10-25 വർഷം മുമ്പൊക്കെ ആയിരുന്നു. അതൊരു പൊങ്ങച്ചത്തിന് വേണ്ടി കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ അയക്കുക, ഇംഗ്ലീഷ് പഠിക്കണം എന്നൊക്കെ ഉള്ളത്. ഇംഗ്ലീഷ് പഠിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, ഏത് ഭാഷയും പഠിക്കാം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ മാതൃഭാഷ പഠിക്കുക എന്ന് പറയുന്നത് അത് ഇവിടെ മാത്രമല്ല, ലോകത്തെവിടെയും ആദ്യം പഠിക്കുന്ന മാതൃഭാഷയാണ്. അതെ, നമ്മുടെ സാഹിബിന്റെ നാട്ടിലെ മാതൃഭാഷയല്ലേ അത്. ആ അവസ്ഥ മാറിയിട്ടുണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്. തന്നെയല്ല വിദേശങ്ങളിലെല്ലാം നിങ്ങൾ നോക്കൂ, എവിടെ പോയാലും ശരി, പിന്നെ ധാരാളമായിട്ട് നമ്മുടെ മാതൃഭാഷ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, അതിന് അധ്യാപകരുണ്ട്. പിന്നെ സർക്കാരിൻ്റെ തന്നെ മലയാളം മിഷൻ എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. ലോകത്തെവിടെയും ഒരുപാട് ഫ്രാഞ്ചൈസി ഉണ്ട്. ലോകത്തെവിടെയും നമ്മുടെ മാതൃഭാഷ പഠിപ്പിക്കുന്നത്, അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സാറിന് എന്താ പറയാ, ഇങ്ങനെയുള്ള ഏതെങ്കിലും എക്സ്പീരിയൻസുകൾ, മോശമായ അനുഭവങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സാറിന്റെ ഓർമ്മയിലുണ്ടോ? എങ്ങനെയുള്ളത്? ഈ ഭാഷാപരമായിട്ടുള്ള ഭാഷയെ മോശമായിട്ട് ഉപയോഗിക്കുക, അങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷാണ് കൂടുതൽ അറിയാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ സാറിന്റെ ഓർമ്മയിലെങ്കിലും ഉണ്ടോ? അല്ലാതെ ആളുകൾ ഇതിനെക്കുറിച്ചുള്ള പിന്നെ ധാരണ പെശകളിൽ നിന്ന് സംഭവിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ ചിലപ്പം വെറുതെ ഇരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോഴും ഒക്കെ രണ്ട് മലയാളികൾ തമ്മിൽ ചിലപ്പോൾ സംസാരിക്കുന്നതാണ്. രണ്ടുപേരും മലയാളികളാണ് എന്നാലോചിക്കുക. ഒരാവശ്യമില്ലാതെ ആംഗലേയ പദങ്ങൾ ചിലപ്പോൾ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കും. ഇവരെന്തിനാണ് ഇങ്ങനെ ഈ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? ചിലപ്പോൾ ഇംഗ്ലീഷ് വാക്യങ്ങൾ തന്നെ ആയിരിക്കും പറയുന്നത് രണ്ട് മലയാളികൾ. എന്താവശ്യത്തിനാണ് അവർക്ക് മലയാളത്തിൽ പറഞ്ഞൂടെ? അപ്പോൾ അത് എങ്ങനെയോ അത് കുറച്ചുകൂടെ ശ്രേഷ്ഠമായ ഒരു സംഗതിയാണ് എന്നുള്ള അബദ്ധ ധാരണയിൽ നിന്നാണ്. അത് കഴിയുന്നത്ര നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇംഗ്ലീഷ് പറയാമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മോശമായിട്ടുള്ളൊരു കാര്യമുണ്ട്. നേരെ മറിച്ച് നമ്മുടെ ഭാഷ അറിയാത്ത ഒരാളോടാണ് എനിക്ക് സംസാരിക്കേണ്ടതെങ്കിൽ മറ്റു മാർഗ്ഗമൊന്നുമില്ല. അയാൾക്ക് നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്നൊരു ഭാഷയിൽ സംസാരിച്ചേ പറ്റും. പലപ്പോഴും പക്ഷേ അരോചകമായി തോന്നുന്ന ഇതാണ്, രണ്ട് മലയാളികൾ ഇരുന്നിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുക. ഇപ്പൊ സാറ് ഡബ് ചെയ്യാണ്, അതായത് കലാരംഗത്തെ അതുല്യ പ്രതിഭ, നമ്മുടെയൊക്കെ വീരനായകൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സാറിന് ഞാൻ തന്നെ ആയിരുന്നെങ്കിൽ ഇവിടെ എന്ന് എപ്പോഴെങ്കിലും തോന്നാറുണ്ടായിരുന്നോ? അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടില്ല. കാരണം നമ്മൾ അത്രയും വലിയൊരു അവസ്ഥയൊന്നും ഉള്ള ഒരാളല്ല. ഞാനൊരു അധ്യാപകനായിരുന്നു. പിന്നെ നാടകം കളിക്കുന്ന കുട്ടിക്കാലം മുതലുള്ളൊരു സംഗതിയായിരുന്നു. തിരുവനന്തപുരത്ത് വന്നിട്ടും അത് തുടർന്നു. അടുത്ത കാലത്ത് നാടകം കളിക്കുന്നു, ഇനിയും നാടകം കളിക്കും. പിന്നെ അതിൻ്റെ കൂടെ ചില ഈ സിനിമയും ടെലിവിഷനും ഒക്കെ വന്നു കയറി എന്നുള്ളതല്ലാതെ ഞാൻ ഈ പറയുന്ന തരത്തിലുള്ളൊരു അതുല്യ പ്രതിഭ എന്നൊക്കെ പറയാനുള്ള ഒരാളല്ല. ടിപ്പിക്കൽ ചിന്താഗതി എന്ന് പറയുന്ന ഒരു സാധനമില്ലേ, അതായത് നമുക്ക് നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗമാണ് ഏറ്റവും വലുത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നൈമിഷികമാണ്, എപ്പോൾ വേണമെങ്കിലും പോകാം, അതുകൊണ്ട് നമ്മൾ ഗവൺമെന്റ് സെർവൻ്റ് ആയിരിക്കുക, ഗവൺമെന്റ് ജോലിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, ഈ ഒരു ചിന്താഗതി കൊണ്ടാണോ സാർ ഒത്തിരി സിനിമ സീരിയൽ അവസരങ്ങൾ ഉണ്ടായിട്ടും ഈ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് മാറാതിരുന്നത്?